സന്നിധി തന്നിൽ നായക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹമേറിയതായ നല്ലൊരു പ്രഭാതം കൂടെ കാണാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എത്രയോ മനുഷ്യർ ഒരു പ്രഭാതം കൂടെ കാണാതെ, ഒരു പകൽക്കാലം കൂടെ കാണാതെ ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി ദൈവം ചെയ്തതായ വലിയ നന്മകളെ ഓർത്തുകൊണ്ട് ആ വലിയവനാകുന്ന ദൈവത്തിൻ്റെ ഉപകാരങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒരല്പസമയം ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് ധ്യാനിക്കാം. ഇന്ന് നമ്മളെ ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ആ വേദഭാഗം വാഗ്ദത്തങ്ങളിൽ നിലകൊള്ളുന്നു. നമ്മുടെ ദൈവം വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. ദൈവം തൻ്റെ മക്കൾക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്നു. വാഗ്ദത്തം നൽകിയിരിക്കുന്നതായ ദൈവം വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. വാഗ്ദത്തങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നതായ ദൈവമാണ്. ആ ദൈവത്തെക്കുറിച്ച് നമുക്കൊരല്പം ചിന്തിക്കാനായിട്ടുള്ളത് വെളിപാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു: തീ കടന്ന പടകുകളെ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചും കൊണ്ട് പടകുകളിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വേദഭാഗമാണ് വെളിപാട് പുസ്തകം എന്ന് പറഞ്ഞാൽ. വിശുദ്ധ ബൈബിളിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഒരു പ്രവചന പുസ്തകമാണ്. ഈ പ്രവചന പുസ്തകത്തിൽ സർവശക്തനായ കർത്താവായ ദൈവം മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ നിന്നുകൊണ്ട് യോഹന്നാന് കാണിച്ചു കൊടുക്കുന്നതായ ഒരു വേദഭാഗമാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, ആ പടകുകളിന് അരികെ നിൽക്കുന്നത് യോഹന്നാന് കാണിച്ചു കൊടുത്തു. അപ്പോൾ സ്വർഗത്തിൽ ആ പടകുകളിന് അരികെ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവർ അവരാരാകുന്നു? അവർ ഈ ഭൂമിയിൽ നിന്നും ഭൂമിയെയും ഭൂമിയിലുള്ള നിയമങ്ങളെയും ലോകത്തെയും ലോക നിയമങ്ങളെയും ജയിച്ചവരാകുന്നു. ഇവിടെ വിശുദ്ധ ബൈബിളിൽ നിന്നും 2 മുദ്രകളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്ന് ദൈവത്തിൻ്റെ മുദ്രയും, 2 ഈ ലോകത്തിലുള്ളതായ മുദ്രയും. ദൈവത്തിൻ്റെ മുദ്ര എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം വിരലുകളാൽ എഴുതപ്പെട്ടതായ 10 കൽപ്പനകളിൽ 4ാമത്തെ കൽപ്പനയാകുന്ന ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതായ മുദ്രയാണ്. അതിന് നേരെ എതിരായിട്ടുള്ളതായ ഒരു മുദ്രയാണ് ഇവിടെ വേദപുസ്തകത്തിൽ വീണ്ടും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൃഗത്തിൻ്റെ മുദ്ര. അപ്പോൾ ഈ മൃഗത്തിൻ്റെ മുദ്രയും ദൈവത്തിൻ്റെ മുദ്രയും, ഇവിടെ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ പഴയ അവർ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് മൃഗത്തെയും അതിൻ്റെ പ്രതിമയും ജയിച്ചവരാകുന്നു. എന്താണ് മൃഗം? നമുക്കെല്ലാവർക്കും അറിയാം. വെളിപാട് പുസ്തകത്തിൽ മൃഗത്തെക്കുറിച്ച് പറയുന്നു. 10ാമത്തെ മൃഗമാകുന്ന റോമ സാമ്രാജ്യം, ആ റോമ അവർ കൊണ്ടുവന്ന നിയമമാകുന്നു ദൈവത്തിൻ്റെ മുദ്രയ്ക്ക് എതിരായിട്ട് വന്നതായ ഒരു മുദ്രയാണ്. ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് എതിരായിട്ട് വന്നതായ ഒരു നിയമമാണ് മൃഗത്തിൻ്റെ മുദ്ര എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ വീണകൾ ആ പടങ്ങ് കടൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ ലോകത്തും ആകുന്ന ഈ ലോകത്തെയും ലോക നിയമത്തെയും ഈ ലോകത്തിൽ നിലനിൽക്കുന്നതായ മൃഗത്തെയും മൃഗത്തിൻ്റെ മുദ്രയും ധരിച്ച് വിജയശ്രീലാളിതായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വീണ്ടും വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് 1,144,000 പേരെ കുറിച്ച് പറയുന്നു. അവിടെ തീ കലർന്ന പളുങ്ക് കടൽ എന്നതിനെ കുറിച്ചുള്ള ഈ ലോക നിയമങ്ങളിലെയും അതിനെ ജയിച്ച്, അതായത് ലോക മുദ്ര എന്ന് പറയുന്നത് മൃഗത്തിൻ്റെ മുദ്ര ജയിച്ചവർ, മൃഗത്തെയും മൃഗത്തിൻ്റെ നിയമത്തെയും ജയിച്ച് വിജയശ്രീലായി സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ച് പളുങ്ക് നദീ തീരത്ത് ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായ ഇവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ യോഹന്നാന് വേറൊരു ദർശനം കൂടെ കാണിച്ചു കൊടുക്കുന്നത് 1,144,000 പേര് നിൽക്കുന്നതും കണ്ടു. അങ്ങനെയാണെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പാപമാകുന്ന ഈ ലോകത്തിൽ ഈ മൃഗത്തിൻ്റെ മുദ്രയെ നാം ജയിക്കേണ്ടതായിട്ടുണ്ട്. ആ മൃഗത്തെ നാം ജയിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിൽ കൂടെ ഉള്ളതായ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് വെള്ളത്താൽ സ്നാനപ്പെട്ട് നമ്മുടെ പാപക്കറകളൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട്
യേശുവിനെ സ്വന്തം രക്ഷിതായി സ്വീകരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവുമായിട്ട് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ മുദ്രത്തിന്റെ അടയാളമായി അതിൽ മുദ്ര നമുക്ക് ലഭിക്കുകയും സ്വർഗത്തിൽ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് ആ പളുങ്ക് നദീ തീരത്ത് നിൽക്കുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. പ്രിയമുള്ള ദൈവമക്കളെ, ഈ നല്ല പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ മുദ്ര ഏറ്റവരാണോ അതോ ലോക നിയമമാകുന്ന മൃഗത്തിന്റെ മുദ്ര അത് ജയിച്ചവരാണോ? നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിന്റെ മുദ്ര ഏറ്റുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് നാം ഈ ലോകത്തെ ജയിച്ച യേശുവിനോടുകൂടെ സ്വർഗരാജ്യത്തിൽ ഇരിപ്പാൻ തക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറട്ടെ. കണ്ണുകൾ അടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹമേറിയതായ ഈ നല്ല പ്രഭാതത്തിന് വേണ്ടി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. അടിയങ്ങൾക്ക് ഈ ഒരു നല്ല ദൈവം തന്നതായ വാഗ്ദത്തം അത് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങ് അനേക വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നല്ലോ. കർത്താവ് പറഞ്ഞതായ ഒരു വാഗ്ദത്തം, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവേ, ഞങ്ങൾ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ മുദ്ര ഏറ്റുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതായി സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി കർത്താവെ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് അടികളെ പ്രാർത്ഥിക്കുന്നു. ഈ നല്ല പ്രഭാതത്തിന് വേണ്ടി നന്ദിയോടെ സ്തോത്രം. കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കപ്പെടണം. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വാഴ്ത്തപ്പെട്ട സ്വർഗത്തിലെ നല്ല കർത്താവേ, ആമേൻ.